ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ പാർട്ട് 6 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, ലാഗ് ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. നമ്മുടെ മേലെ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി നമുക്കിനി. അപ്പോൾ നമ്മുടെ വീടൊക്കെ ഒരു ഏകദേശം ഒരു അടിപൊളിയായി വന്നിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. വീട് ഇത്രയായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് കുറച്ചും കൂടി പണിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വുഡും വേണം നമുക്ക്. ഇനിയിപ്പോൾ വുഡ് എടുക്കണം. വുഡില്ലല്ലേ, വുഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഡോറൊക്കെ എന്തിനപ്പോൾ ഞാൻ കൈ പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി സ്റ്റോൺസ് എടുത്തേക്കാം. വുഡെല്ലാം ക്രാഫ്റ്റ് ചെയ്യാണ്ട് ആക്സാണ്. പോയിട്ട് വുഡ് പെറുക്കിയിട്ട് വരണം. അതാണ് അതിലും വലിയ പ്രാന്ത്. നാൽപ്പത്തെട്ട് വുഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നേരെ വീട്ടിൽ പോകാം. ഈ ലെതർ ആർമർ വെക്കുമ്പോൾ എന്തോ പോലെ ഈ സമയം കളഞ്ഞ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കാലിയണ്ട ഇതൊക്കെ നമുക്കൊരു ഇത് വേണം, സേഫ്റ്റി വേണ്ട. അതിനുള്ളൊരു സാധനമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മേലേക്ക് ഇങ്ങനെ വുഡ് വെച്ചോണ്ടിരിക്കാൻ പോവാം. ആയിട്ടില്ല. അതുപോലെ വാട്ടർ ബക്കറ്റ് കൊടുത്തിട്ട് മതിയായിരുന്നു. അത്രക്കാണോ? ഏതാ സാധനം എടുക്കാന്ന്. ഓക്കെ, ഇത്ര മതി. നമ്മളിങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കാൻ പോകണം. അതിന് പടി പോകണം. പെട്ട് ഇപ്പം ശരിക്കും പോയി. ഓക്കെ, നമ്മളൊരു ബേസ് ഉണ്ടാക്കുകയാണ് ഇവിടെ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മാത്രം ഒരു സ്പേസ് കൊടുക്കും. നമുക്കിങ്ങനെ വരാനുള്ള, കയറാൻ പറ്റുന്ന രീതിയിലൊരു സ്പേസ്. ഓക്കെ, ഇങ്ങനെ ഒരു ബേസ്. ഇങ്ങനെ വേണ്ട, കുറച്ചും കൂടി വലുതാക്കണം. നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടാം. ഇവിടെയും കൂടി കുറച്ച് പണി പിടിക്കുന്ന കാര്യം. ഓക്കെ, ഡൺ. ഇനി നമുക്ക് ഇവിടെ ഒരു ഇതിപ്പോൾ ഞാൻ കുഴപ്പമില്ല, അറിയാതെ വീണ് പോയതാ. ആദ്യം ഷീൽഡ് എടുത്തിട്ട് വെക്കാം. എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാതും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടി ഓർഡറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന വുഡുകൾ, അയ്യോ ഇവിടെ ഉണ്ടോ വുഡ്? അത് താഴേക്ക് വീണ. രാത്രി നമ്മൾ പണിയെടുക്കും, അതത്രേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്കി സ്റ്റിക്കുകൾ എടുക്കുക. ബാക്കി വന്ന വുഡ് വെച്ചിട്ട് പരമാവധി സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. സ്റ്റാക്കൊന്നും പോരാ, ഇനി വേണം. ഇത്ര മതി. ഇനി നമ്മൾ ഇതെടുക്കാം, ലാഡർ ഉണ്ടാക്കാം. 44 ലാഡറായി. നമ്മൾ കയറുന്നതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് പോവാം.
വേണ്ട ഒരു സെറ്റപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓ, ഞാൻ വിചാരിച്ച പോലെ തന്നെ വർക്ക് ചെയ്യട്ടെ ഫുള്ളായിട്ട്. ഇനി ബാക്കി വന്നതൊക്കെ എടുത്തേക്കുക. നമ്മുടെ ഫെൻസ് ഇങ്ങോട്ട് എടുക്കുക. അയ്യോ, ചിലപ്പോൾ വുഡ് കുറച്ചും. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് റെഡി. നമുക്കിനി സ്പൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എന്തെങ്കിലും അടുത്ത് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതായി നിൽക്കാം. ഓക്കെ, അപ്പം അതും സെറ്റ്. ഇനി നമ്മൾ താഴേക്ക് വീഴും എന്നുള്ള പേടിയും വേണ്ട. ഇപ്പം വേണ്ട ഇതൊക്കെ. ഓ, സെറ്റ് മോനെ. ഓ, നോട്ട് സെറ്റ് മോനെ. അവിടെ സോംബികൾ പെട്ടെന്ന്. സ്ക്രീപ്പർ ഞാനത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇതുണ്ടായത്. നിങ്ങൾ വേണ്ട അവിടെ സോംബീസൊന്ന്. അയ്യോ, പെട്ട്. സോംബി ഒരെണ്ണം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ വീടാകെ വളഞ്ഞ് ഗൈസ്. അയ്യോ, അങ്ങനെ ഞാൻ താഴത്തേക്ക് രണ്ടും കൽപ്പിച്ച് പോയി. കൽപ്പിച്ച് ഞാൻ താഴേക്ക് പോവാണ്. ഓ, രക്ഷപ്പെട്ടു. മോൺസ്റ്റേഴ്സ് നിയർ ബൈ. ഓ, ആദ്യം തന്നെ ഒരു സുരക്ഷാ മുൻകരുതൽ വേണം. ഇപ്പം എന്ത് ചെയ്യാം? നമുക്ക് ഇതുണ്ടാക്കാം, ട്രാപ്പ് ഡോർ. ഓ, പെട്ട്. അയ്യോ, ട്രാപ്പ് ഡോർ എടുത്ത് അവിടെ വെക്കുന്നു. ഓ, സെറ്റ്. ഇനി കുഴപ്പമില്ല, ഇനി പേടിക്കണ്ട. ഓക്കെ, പണി തീർന്നു. ഇനി രാവിലെ ആയിട്ട് വേണം മറ്റേത് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. ഫെൻസ് വേണം. ഫെൻസ് മോൺസ്റ്റേഴ്സ് നിയർ ബൈ. രാവിലെ ആവാനായി. എനിക്ക് അറിഞ്ഞൂടെ ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടുകയെന്ന്. അവിടെ പോയിട്ട് ഫെൻസ് ഇടണം. ഫെൻസ് ഇടണമാണ് നല്ലത്. ആദ്യം ഒന്ന് ഇവിടേക്കൊന്ന് പോയേക്കാം. സ്കെൽട്ടൺ ഒരു കടും കൈ ചെയ്യുമ്പോൾ ആ ട്രാപ്പ് ഡോറിൻ്റെ അവിടെയുള്ള ഇത് നല്ലതല്ല. പ്രഷർ പ്ലേറ്റ് അത് നമുക്ക് ചിലപ്പോൾ പണി തരും. ഇവിടുന്ന് വാച്ച് ചെയ്യുന്നവരെ. പക്ഷേ ഞാൻ അതാകെ മറന്നുപോയി. ഇത് പറ്റിയതൊക്കെ ഇവിടെ ഉണ്ട്. പോയിട്ടൊന്നുമില്ല. ഒരിക്കലും കാണാൻ പറ്റൂല എന്ന് തോന്നുന്നു. എടാ, ഇവനെന്താ കണ്ണുപൊട്ടനാ? ഒരു ജീവിയും അടുത്തില്ല. കുറേ നേരം എടുത്ത് കണ്ടിറങ്ങാൻ. ഇനി നമുക്ക് സമാധാനമായിട്ട് ഇനി ഇതങ്ങോട്ട് പൊട്ടിക്കല്ലേ. ട്രാപ്പ് ഡോറ് പൊട്ടിച്ച് നമ്മൾ നമ്മളെ ലാബിലെടുത്ത് വെച്ച്. ഇതിപ്പോൾ എന്തിനാ? ഓക്കെ, ഇനി താഴെ പോയിട്ട് ഇതങ്ങോട്ട് എടുത്തേക്കാം. ഓ, ഇപ്പോഴാ സമാധാനമായി. നമ്മളിങ്ങനെ ഇവിടെ ഫെൻസ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ സ്പൈഡറുകൾ അല്ല, സ്പൈഡർ എന്തായാലും ബാക്കിൽ ഇന്നലെ എങ്ങനെ വന്നതെന്നൊക്കെ മനസ്സിലാവാതെ. ഇത് കൂടെ എങ്ങനെയെങ്കിലും കയറാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അല്ലാതെ എങ്ങനെ വരാം? അല്ലെങ്കിൽ നമുക്കൊരു പകുതി സൈഡെങ്കിലും ഒന്ന് കവർ ചെയ്യണം. പിന്നെ ബാക്കി പകുതി നമുക്ക് കുറച്ച് കവർ ചെയ്താൽ മതി.
ഇപ്പോൾ ഫുഡൊന്നുമില്ല, ഞങ്ങൾക്ക് വെയ്യ ബാക്കി കവർ ചെയ്യാൻ. അത്രയൊക്കെ മതി. കുറച്ച് പണി പെട്ട് ഗൈസ്. ഇറങ്ങി താഴേക്കാണ്. ഇനിയിപ്പോൾ അടുത്ത പണിയാണ് നമ്മുടെ. ഇനിയിപ്പോൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ ക്യൂബൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഉണ്ട് ക്രീപ്പർ പണിയാണ്. അങ്ങോട്ട് അതന്നെ ക്യൂബ് ചാവടാ. അത്രേ ഉള്ളൂ. ക്രീപ്പറൊന്നും നമുക്കൊന്നുമല്ല. ഷീൽഡ് ഉള്ളുമ്പോൾ എന്ത് ക്രീപ്പർ. ക്രീപ്പർ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് നമുക്ക് സ്ട്രെയിറ്റ് ഡൗൺ മൈനിങ് ആണ്. നേരെ താഴേക്ക് മൈൻ ചെയ്ത് പോവാം. നമുക്ക് അതിനിപ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ എന്നാലും നമ്മൾ ഇത് ചെയ്യാൻ നോക്കും. നമുക്ക് സ്ട്രെയിറ്റ് ഡൗൺ മൈനിങ് അങ്ങോട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് മൈൻ ചെയ്യാം. നല്ല രാശിയുള്ള ഒരു ദിവസം എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. താഴേക്ക് പോകുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും കിട്ടിയാൽ മതി. അടുപ്പല്ല കേബുണ്ടെങ്കിൽ ഉറപ്പാ ചത്ത്. ഇതൊന്നുമില്ലേ, ഇത് മാത്രമേ ഉള്ളൂ. സ്റ്റോൺ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ന്യൂ റെസിപ്പിയാണല്ലോ റിവ്യൂ ഇൻ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതാണ് ഉപകാരം. ഒരെണ്ണം കിട്ടി. നമുക്ക് മറ്റേത് ഉണ്ടാക്കാം. എന്തെങ്കിലും ഉണ്ടാക്കാം വെച്ചിട്ട്. ഡേർട്ടാ അതിൻ്റെ അത്ര താഴ്ചയിലൊക്കെ ഡേർട്ട് കാണാം. വീണ്ടും അടുത്ത അച്ചീവ്മെൻറ്റ്. ഉള്ളൂട് സാധനം. ഉള്ളു സോംബി ഓളാ മാറി. വാ ഷെടാ. ഗൈസ് അപ്പോൾ ആ ചലഞ്ച് കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.